ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അപ്പം ഈ രണ്ട് ടേമുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചുള്ളത്, എന്താണ് ഇൻഡസ്ട്രി, ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നതെല്ലാമാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ബിസിനസ് റെപ്രസെൻറ്റ്സ് ഓർഗനൈസ്ഡ് എഫേർട്സ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എ ലിവിങ്. ഒരു പ്രത്യേക ഒരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് ബിസിനസ് എന്ന് നമ്മൾ സാധാരണ രൂപത്തിൽ പറയാറ്. പിന്നെ ബിസിനസ് എന്നുള്ളതിന് പല രൂപത്തിലുള്ള ഡെഫിനിഷൻസും കൊടുത്തിട്ടുണ്ട്. വലിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഉർവിക് ഹണ്ട് എന്നുള്ള രണ്ട് പേര് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് എന്നുള്ളത് is any enterprise which makes, distribute or provide any article or service which other members of community need and are able and willing to pay for. എന്നാൽ സമൂഹത്തിലുള്ള ആളുകൾ വാങ്ങാനും ഉപയോഗിക്കാനും അതിനുവേണ്ടി പണം ചിലവാക്കാനും ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ടാക്കുന്ന സംവിധാനത്തെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്നുള്ളതാണ് ടോട്ടൽ കോൺസെപ്റ്റ്. ഈ ബിസിനസ് എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയും കൊമേഴ്സും. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ബിസിനസ് എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ്സിൻ്റെയും എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയുടെയും എന്ത് വസ്തു പ്രൊഡക്ഷൻ നടത്തുമല്ല അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ്റെ ഒരിക്കലും തീരാത്ത അൺലിമിറ്റഡ് വാണ്ട്സ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളാണ്. കാരണം ഓരോ മനുഷ്യന് ആവശ്യം ഉണ്ടാകുന്ന സമയത്താണ് ഓരോ വസ്തുക്കൾ ഉണ്ടാക്കുക. അതിൻ്റെ പ്രൊഡക്റ്റീവ് സൈഡ് ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചില ബേസിക് നീഡ്സാണ് ഇവിടെ കൊടുത്തുള്ളത്. ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടി വി ആകട്ടെ, സോപ്പാകട്ടെ, ബ്രെഡാകട്ടെ, ടൂത്ത് പേസ്റ്റ് ആകട്ടെ, അങ്ങനെ പല സംഗതികളൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. അപ്പം ഈച്ച് വൺ ഓഫ് ദ ഐറ്റം ഹാസ് എ ലോങ് പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത് വസ്തു, സോപ്പ്, ടി വി, ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഡ്രസ്സ്, അങ്ങനെയുള്ള എന്ത് വസ്തുവാണ് അതെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരുപാട് ലോങ് പ്രോസസ്സുകൾ അതിലുണ്ട്. പിന്നെ ഇവിടെ മാനുഫാക്ചറിനുള്ള നിർമ്മാതാക്കൾ, ആ വസ്തു ഉണ്ടാക്കുന്ന ആളുകൾ, കൺസ്യൂമേഴ്സ്, ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഓരോ ഗുഡ്സുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ കൺസ്യൂമർ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ മാനുഫാക്ചേഴ്സ് വസ്തുക്കൾ ഉണ്ടാക്കുന്നു, അത് കൺസ്യൂമേഴ്സിന് അവർ കൊടുക്കുന്നു. അപ്പോൾ നേരിട്ട് മാനുഫാക്ചറിങ് നേരിട്ട് കൺസ്യൂമറിലേക്ക് ചിലപ്പോൾ വരണമെന്നില്ല. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തൊക്കെയാ മിഡിൽ മാൻ ആയിക്കൊണ്ട് എന്ത് ഹോൾസെയിലേഴ്സ് വരാറുണ്ട്. ഹോൾസെയിലേഴ്സോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്ത വിതരണക്കാർ. അപ്പോൾ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യും, വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു. ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, അത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് നേരെ കൺസ്യൂമേഴ്സിന് അവർ വിൽക്കുന്നു. ഇങ്ങനെ ഈ ഒരു ശൃംഖലയാണ്. അപ്പോൾ മാനുഫാക്ചേഴ്സ് നേരിട്ടാണ് കൺസ്യൂമേഴ്സിൽ കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സ് ഉണ്ടാകുന്നു, റീറ്റെയിലേഴ്സൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവരിലൂടെയാണ് ഓരോ വസ്തുക്കളും ഈ കൺസ്യൂമേഴ്സിലേക്ക് വസ്തുക്കൾ എത്തുന്നത്. പിന്നെ നമുക്ക് ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ബിസിനസ് ആക്ടിവിറ്റിയെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ് എന്നുള്ളത് രണ്ട് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ അടുത്തതാണ് കൊമേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ് എന്നുള്ളത് നമുക്കിതിൽ പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവിൻ്റെയും പ്രൊഡക്ഷൻ സൈഡ്, ഉണ്ടാക്കുന്ന സൈഡിനാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ സൈഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഈസ് റെഫർ ടു ഇൻഡസ്ട്രി.
റെഫേർഡ് ടു ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ഏത് വസ്തുവിൻ്റെയും പ്രൊഡക്ഷൻ സൈഡിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഏത് വസ്തുവും ഇപ്പോൾ എന്താണ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു, വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അത് ഉണ്ടാക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, ഇൻഡസ്ട്രിയിലൂടെ ആയിരിക്കും അവരുണ്ടാക്കൽ. അപ്പോൾ ഒരു കൺസ്യൂമർ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾ ഉപയോഗിക്കുന്ന ഒരു ഗുഡ്സ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഫുഡ് ഗ്രെയിൻസ്, ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ടെക്സ്റ്റൈൽസ്, കോസ്മെറ്റിക്സ്, അങ്ങനത്തെ വസ്തുക്കളൊക്കെ. അതേസമയം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അതിനും അവർക്ക് ഒരുപാട് ഗുഡ്സിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് മെഷീനറി, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം എന്താണ് മാനുഫാക്ചേഴ്സിൻ്റെ ഗുഡ്സായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻഡസ്ട്രി നമുക്ക് 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 3 അതിലപ്പുറം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശേഷം വരുന്നുണ്ട്. അപ്പോൾ ബ്രോഡ്ലി നമുക്ക് എന്ത് ചെയ്യാം, 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എന്താണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് എക്സ്ട്രാക്റ്റീവ് മെറ്റീരിയൽസ് ലൈക്ക് കോൾ, അയൺ ഓർ പെട്രോളിയം, ഇതേപോലത്തെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന്, വേർതിരിച്ചെടുക്കുന്നതിനാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്താണ് എന്ത്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ വസ്തുക്കൾ, സോപ്പ്, ബ്രെഡ്, ഫാന്, മെഷീൻ, ഇതേപോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിനാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് എന്ത്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. എന്തെങ്കിലും ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതൊരു ബ്രോഡ്ലി ഇൻഡസ്ട്രിയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, വിശദമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ താഴെ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് അടക്കമുണ്ട്. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ബ്രോഡ്ലി ആയിട്ട് ഒന്നും കൂടി വളരെ കൃത്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 ഇതിൽ പെടുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഒന്നാമത് പ്രൈമറി ഇൻഡസ്ട്രി. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, അത് നേച്ചർ ബേസ്ഡ് ആണ്. നേച്ചർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓറിയൻറ്റഡ്, പറഞ്ഞാൽ നേച്ചറിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ, ഫാമിംഗ്, ഫോറസ്ട്രി, ഫിഷിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഇതേപോലത്തെ കാര്യങ്ങളാണ് പ്രൈമറി ഇൻഡസ്ട്രി. പറഞ്ഞാൽ നേച്ചറുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്കാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും അനിമൽസോ അല്ലെങ്കിൽ പ്ലാന്റ്സോ, സ്പൈസസ് പ്ലാന്റ്സ്, അനിമൽസ്, ഇതേപോലത്തെ വസ്തുക്കളെ കാര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഇതേപോലത്തെ അനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ എന്ത് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പറഞ്ഞാൽ അതിനെ വർദ്ധിപ്പിക്കുക. ഇപ്പം ഈ ഒരുപാട് പശുക്കളെ ഉണ്ടാക്കുക, അപ്പോൾ അവയെ തമ്മിൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിനെ വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുക. ഈ ഒരു രൂപത്തിലുള്ള ഇൻഡസ്ട്രിക്കാണ് ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയൽ. സാധാരണ നമ്മൾ കാണലിൽ ഇതേപോലെ തന്നെ കൂടുതൽ ചെടികളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാന്റ് നഴ്സറീസ്, നമ്മൾ നഴ്സറികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. കാറ്റൽ റിയറിങ്, പോൾട്രി, കാറ്റൽ ബ്രീഡിങ്, ഇതേപോലത്തെ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ജെനറ്റിക് ഇൻഡസ്ട്രിയിൽ പെടുത്താൻ പറ്റും. അതായത് ചെടികളെയോ അതല്ലെങ്കിൽ അനിമൽസിനെയൊക്കെ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രൂപത്തിൽ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുന്നതിനാണ് ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് മറ്റൊന്നിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് മൈനിങ്, കോൾ മിനറൽസ്, ഓയിൽ ഇൻഡസ്ട്രി, അയൺ ഓർസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ടിമ്പർ ആൻഡ് റബ്ബർ ഫ്രം ഫോറസ്റ്റ്, ഇതേപോലത്തെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇനി അടുത്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വസ്തുക്കൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, ഷുഗർ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമുക്ക് പെടുത്താൻ പറ്റും. ഇനി അഞ്ചാമത്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ബ്രിഡ്ജുകളോ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുക, അതിനൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇപ്പം കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സ്, ഡാംസ്, കനാൽസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഈ ആറാമത്താണ് സർവീസ് ഇൻഡസ്ട്രി എന്നുള്ളത്. സർവീസ് ഇൻഡസ്ട്രി പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ഒരു നെടുന്തൂണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് ഇൻഡസ്ട്രി. അതായത് എന്തെങ്കിലും ഒരു സേവനങ്ങൾ നൽകിയിട്ട് അതിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ആ രൂപത്തിലുള്ള ഇൻഡസ്ട്രിക്കാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോട്ടൽ ഇൻഡസ്ട്രി,
ടൂറിസം ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ഇതെല്ലാം എന്താണ് ഒരു സേവനം അങ്ങോട്ട് നൽകിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ രൂപത്തിൽ ഇൻഡസ്ട്രിക്കാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു. ആ ബിസിനസ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ, ഒന്ന് ഇൻഡസ്ട്രി, രണ്ടാമത്തത് കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രീൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കൊമേഴ്സ് എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം.